ബി.ജെ.പി. കേരളം പിടിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പാലുകാച്ചൽ കഴിഞ്ഞിട്ട് ഇതുവരെ കമ്മിറ്റി ഓഫീസ് തുറന്നിട്ടില്ലല്ലോ ശ്രീജിത്തെ. കാരണം ഒരു വർഷത്തിലധികമായി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞുവെങ്കിലും അതിൻ്റെ ഓഫീസ് തുറക്കാൻ എന്തായാലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ആ ഓഫീസിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ ആ ഓഫീസിനുള്ളിൽ ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ ബി.ജെ.പി. ഭാവിയിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അപ്പോൾ ആ പ്രദേശത്ത് അവിടെ ആ റൂമിൽ ഇരിക്കാൻ ഒരു മുഖ്യമന്ത്രി കസേരയും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചാണ് ആ ഓഫീസ്. അന്നെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചൊരു ഓഫീസ് കൂടിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിനു മുൻപായിരുന്നു അമിത്ഷാ തന്നെ നേരിട്ടെത്തി ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് അത് തുറക്കാൻ കഴിയാത്തത് വലിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം കേന്ദ്രത്തിലുള്ള അധികാരത്തിലുള്ള ഒരു പാർട്ടിക്ക് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഒരു വർഷത്തിലധികമായിട്ട് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി.ജെ.പി. പറയുന്നത് കോർപ്പറേഷനെയാണ് അവർ പഴിചാരുന്നത്. അതിൻ്റെ ചില അനുമതികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായി ശരിയായിരിക്കാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ വർഷങ്ങളായി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. കോർപ്പറേഷനിൽ ബി.ജെ.പി. പ്രതിപക്ഷ പാർട്ടിയാണ്. അവർക്ക് 35-ലധികം സീറ്റുകളുമുണ്ട്. മുൻകാലങ്ങളിൽ കഴിഞ്ഞ 2016 ഇലക്ഷനിൽ അവർ ആ മുന്നേറ്റം 2015 അന്ന് അവർ 35 സീറ്റ് നേടിയിരുന്നു. പിന്നീട് 2020 വരുമ്പോൾ അവർ വലിയ വിജയപ്രതീക്ഷയാണ്. മേയർ തങ്ങൾക്ക് നേടാമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് ബി.ജെ.പിക്ക് സ്വന്തമാക്കാമെന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനവുമായി മുന്നോട്ട് പോയെങ്കിലും ചില സീറ്റുകളിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ CPM വീണ്ടും അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. എന്തായാലും അതിനുശേഷം നാം ലോകമറിയുന്ന ആര്യ രാജേന്ദ്രൻ നമുക്ക് സ്വന്തമായി കിട്ടിയിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ടറിയാം നിരന്തരം വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ബി.ജെ.പി. ഒന്ന് കൃത്യമായി തന്നെ ഈ ഓഫീസെല്ലാം ഒന്ന് ശക്തമായി തന്നെ മുന്നോട്ട് പോയാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഒന്ന് തിരുവനന്തപുരം, തൃശ്ശൂരെല്ലാം വലിയ രീതിയിൽ തന്നെ സ്വന്തമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് തിരുവനന്തപുരം കഴിഞ്ഞ 2 തവണയായി തന്നെ 35-ലധികം സീറ്റുമായി ബി.ജെ.പി. ഇവിടെ ഒരു പ്രധാന പ്രതിപക്ഷമായി തന്നെ ഉണ്ട്. ഇനി ഒരു 10-15 സീറ്റ് അധികം നേടുകയാണെങ്കിൽ എന്തായാലും ആര്യ രാജേന്ദ്രനെ ബി.ജെ.പിക്ക് താഴെ ഇറക്കാൻ കഴിയും. ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമോ, തിരുവനന്തപുരത്ത് വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളത്. ഈ സ്ത്രീക്കെതിരെ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാകുകയും ഈ റോഡിലെല്ലാം തടഞ്ഞു നിർത്തി സാധാരണക്കാരനായ ഒരു തൊഴിലാളികളുടെ ഒരു KSRTC ജീവനക്കാരൻ്റെ ജോലി കളയുന്നതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനു മുൻപ് കോവിഡ് കാലത്ത് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സീസൺ കഴിഞ്ഞത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അന്ന് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ അദ്ദേഹം ആ സ്ത്രീ കുറെ രീതിയിൽ അഴിമതി നടത്തുന്ന എല്ലാം പലതും നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി. കൃത്യമായ ഓഫീസെല്ലാം തുറന്ന് കൃത്യമായ ഒരു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പോവുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാം. അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 2016 ആദ്യം ഒരു അക്കൗണ്ട് തുറന്നെങ്കിലും 2021 ആ അക്കൗണ്ട് പൂർണ്ണമായി തന്നെ പൂട്ടാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു തിരിച്ചുവരവ് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു. വലിയ മുന്നേറ്റമാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു MP ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും ആലപ്പുഴയും അടക്കമുള്ള പല സ്ഥലങ്ങളിലും 3 ലക്ഷത്തിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും അടക്കമുള്ള ജില്ലകളിൽ ബി.ജെ.പിക്ക് ഈ CPM-നെ ഞെട്ടിച്ചുകൊണ്ട് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളെ ഇവർ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് പോലും ഒന്ന് നിർമ്മിച്ച് കൃത്യമായി മുന്നോട്ട് പറയുന്നത്. കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഓഫീസ് ഇട്ടേക്കുന്ന അടിസ്ഥാനം. അല്ല, ആര്യ രാജേന്ദ്രൻ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ എന്തായാലും രാഷ്ട്രീയപരമായാലും, കാരണം ഈ ബി.ജെ.പി. തിരുവനന്തപുരത്ത് വളരുകയാണെങ്കിൽ ആദ്യം പണിതീരുന്നത് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ആ ഇടതുപക്ഷ സർക്കാരിനാണല്ലോ. എന്നാൽ അത് മറ്റൊരു നാണക്കേടിലേക്കും പോകും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ്, ഈ വർഷത്തെ അവസാനം തന്നെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അങ്ങനെ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ബി.ജെ.പി. അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ആര്യ രാജേന്ദ്രനായിരിക്കും. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു അഴിമതി സർക്കാർ നയിച്ച ഭരണം കൊണ്ട് ജനങ്ങൾ അതിൽ പൊറുതിമുട്ടിയാണ് ബി.ജെ.പിയെ അധികാരത്തിൽ എത്തിച്ചതെന്ന ചീത്തപ്പേര് ആദ്യമായി ലഭിക്കാൻ പോകുന്നത് ആർക്കായിരിക്കും? ആര്യ രാജേന്ദ്രനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ കൊണ്ടുപിടിച്ച പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ സർക്കാരുമുണ്ടല്ലോ, എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ഇപ്പോൾ തിരുവനന്തപുരത്തിനാണ് അവാർഡുകൾ നൽകുന്നത്. എന്ത് ചെയ്താലും തിരുവനന്തപുരത്തിനാണ് അവാർഡ് നൽകുന്നത്. അതിനി ബി.ജെ.പിയെ പരാജയപ്പെടുത്താനാണോ എന്ന് നാം കണ്ടറിയുന്നു. അതോടൊപ്പം തന്നെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി
ബന്ധപ്പെട്ട് തന്നെ നാം പറയുകയാണെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ BJPക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് നാം കണ്ടതാണ്. പാലക്കാട് വലിയ രീതിയിൽ BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും എങ്ങനെ ലോക്സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലോക്സഭയിൽ ഒരു സീറ്റ് നേടുന്നു, തിരുവനന്തപുരത്ത് രണ്ടാമത് വരുന്നു, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ആറ്റിങ്ങൽ ആലപ്പുഴയും ഈ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ പാലക്കാട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് തമ്മിലടിക്കുകയാണ് അവസാനം ഉണ്ടായത്. വോട്ട് കുറഞ്ഞ പശ്ചാത്തലത്തിൽ അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP ആണല്ലോ. അങ്ങനെ ആ അംഗങ്ങൾ ഉൾപ്പെടെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ ഈ വാർത്തയിൽ തന്നെ സൂചിപ്പിക്കുന്ന, ഇന്നൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, പുതിയ പ്രസിഡന്റ് വരുന്നതോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും, ഈ ഓഫീസിന്റെ പ്രവർത്തനം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ BJPയുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി തന്നെ ചർച്ചകൾ നടക്കുകയാണല്ലോ. ഇന്ന് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും, നാളെ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമെന്നെല്ലാം പറഞ്ഞ് ജനുവരി മുതൽ തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നു. ചർച്ചകൾ ഉണ്ടാകുക മാത്രമല്ല, പല നേതാക്കളുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ പതിവാണ്. അപ്പോഴും ഇദ്ദേഹം തന്നെ തുടരുമെന്ന് പറയുന്നു. മുന്നിൽ ഇനി 2 തെരഞ്ഞെടുപ്പുകളാണുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം തന്നെ തുടരട്ടെ എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ മറ്റു പേരുകളും ഉയർന്നു വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ വരണമെന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പൊതുസമൂഹത്തിൽ അവർ വലിയ രീതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. ആറ്റിങ്ങലായാലും പിന്നീട് ആലപ്പുഴയായാലും പാലക്കാടായാലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് വലിയ രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും BJPയുടെ പ്രസിഡന്റായി വന്നാൽ കേരളത്തിൽ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ വലിയ രീതിയിലുള്ള പിന്തുണ അവർക്ക് ലഭിക്കുമെന്ന് BJP സ്വപ്നം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ എല്ലാ കാലത്തും നാം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും വനിതകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ തലപ്പത്തൊന്നും, CPMന്റെ, കോൺഗ്രസിന്റെ, BJPയുടെ തലപ്പത്തൊന്നും ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാകാത്തൊരവസ്ഥയുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ BJPക്ക് കഴിയുമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെ, വനിതകൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. CPM നാം നോക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയും അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ പുരുഷന്മാരാണ്. പിന്നീട് കോൺഗ്രസിലാണെങ്കിൽ പറയണ്ട, നാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സീറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ തലമുണ്ടനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് കോൺഗ്രസിന്റെ നേതാവായ ലതിക സുഭാഷ് തലമുണ്ടനം ചെയ്ത് പാർട്ടി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ പൊതുവെ ഇപ്പോൾ തന്നെ നിയമസഭയിൽ എടുത്താൽ തന്നെ എത്ര സ്ത്രീകളുണ്ട്. പിന്നെ മുസ്ലിം ലീഗ് പറയണ്ട, സ്ത്രീകളെ മത്സരിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. ആ രീതിയാണ് അവിടെ പ്രവർത്തനം. അങ്ങനെ ഒരു BJPക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അവർ കൊടുക്കുമെന്ന് വനിതകൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പേരാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും ഉയർന്നു വരുന്നുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഈ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം അദ്ദേഹം ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നടത്തി വരുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പാർട്ടി വളരുകയാണെങ്കിൽ നേതാക്കൾ നിരന്തരം തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ നിൽക്കുക, ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുക, അവരുടെ മരണ ചടങ്ങുകളിൽ പങ്കെടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുക എന്നൊരു സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസും ഫോളോ ചെയ്യുന്നത്. ഇനി BJPയിൽ ഒരു നേതാവ് വന്നാലും ആര് വന്നാലും അങ്ങനെ ആ രീതിക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നീട് MD രമേശിന്റെ പേര് ഉയർന്നു വരുന്നു. എന്തായാലും BJPയുടെ ഈ ഗ്രൂപ്പ് തർക്കങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും അങ്ങനെ ഒരു പുതിയ പ്രസിഡന്റും വന്ന് പുതിയ ഓഫീസെല്ലാം തുറന്ന് അവർക്ക് അധികാരത്തിൽ എത്താൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ആരെയും CPM പാർട്ടിയും ഇത് നന്നായിട്ട് ഭയക്കുന്നുണ്ട്. കാരണം BJPയുടെ ശ്രീത് പറഞ്ഞോണം, ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരുമ്പോൾ അതിന് ഒരു ചട്ടവും ചിട്ടയായ ഒരു പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ കാണും. ഇത് കൂടുതൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വലിയൊരു നിർണായകമായ ഒരു ഘടകം തന്നെ. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു ക്രോഡീകരണവും
അതിന് വേണ്ടുന്ന നിയന്ത്രണങ്ങളും കൺട്രോളിങ്ങും ഒക്കെ ഇതിനകത്ത് വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വലിയ ഈ പറഞ്ഞതുപോലെ കേരളം പിടിക്കും എന്ന് തന്നെ BJP പറയുന്നതിൽ അതൊരു അർത്ഥവത്തായ കാര്യത്തിലേക്ക് അത് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ ആ ഓഫീസിനെ തന്നെ പറ്റി അന്നൊക്കെ വലിയ ചൂടുള്ള ചർച്ചകളായിരുന്നു നടത്തിയിരുന്നത്. കാരണം വലിയ കേരളത്തനിമയുള്ള ഒരു ബിൽഡിംഗ് തന്നെയാണ്, ഏകദേശം 5 നിലയാണെന്ന് അല്ലേ, 5 നില കെട്ടിടമാണ്. അതിനകത്ത് 4 കെട്ടിന് തുല്യമായിട്ടുള്ള, അതായത് മഴവെള്ളം വീഴത്തക്ക രീതിയിൽ വളരെ നല്ല മനോഹരമായ ഒരു കെട്ടിടം തന്നെയാണ്. ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രി അതിനകത്ത് ഇരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ കെട്ടിടത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ആ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ അത്തരത്തിൽ ഒരു ഓഫീസ് തുറക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ഇടങ്കോലിട്ട് നിൽക്കുകയാണ് കോർപ്പറേഷൻ. ഇതിന് അവർ പറയുന്നത് ഈ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോർപ്പറേഷന് അനുമതി ഇല്ലാതെയാണ് ഈ നിർമ്മാണം നടത്തിയത് എന്നാണ്. അതേ സമയത്ത് ശ്രീധനോട് പറയാനുള്ള AKG സെന്ററിൽ നിന്ന് CPMന്റെ പാർട്ടി ഓഫീസ് തൊട്ടടുത്ത 32 സെന്റ് സ്ഥലം വാങ്ങി വലിയൊരു കെട്ടിടം അവിടെ ഉയരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടുത്ത മാസം അതിൻ്റെ ഉദ്ഘാടനം ആണ്. അടുത്ത മാസം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തും. നിലവിലുള്ള AKG സെന്റർ മറ്റുള്ള എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എന്തോ കാര്യങ്ങൾക്കൊക്കെയാണ് തീരുമാനമായിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാ പറഞ്ഞത്, CPM കമ്മിറ്റി ഓഫീസ് തുടരുന്നതിന് വലിയ കുഴപ്പങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു BJP സംസ്ഥാന ആസ്ഥാന മന്ദിരം തുടരുന്നതിന് കോർപ്പറേഷന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് ഉദിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.